25,000 രൂപ ഉണ്ടെങ്കിൽ ഡീസൽ ഷിഫ്റ്റ് 1.25 ഓടിയ വണ്ടി നമുക്ക് കൊടുക്കാം. ചെറിയ ഈ ബമ്പറിലുള്ള സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ പെയിന്റ് ചെയ്യാത്തത്, റീപെയിന്റ് ഇതുവരെ ചെയ്യാത്തൊരു വണ്ടി കിട്ടിയതുകൊണ്ട് കൊടുക്കാം. അത്രയും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. ST ഗിയർ ബോക്സ് 7 സ്പീഡ് 1.5 ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. ലാഗിങ് ആണ് സംഗതി ഉണ്ടാവില്ല. പെർഫോമൻസ് ഒക്കെ ഒരു 3.25 ലക്ഷം രൂപ ലോൺ കയറും. 2018 M6 വരുന്ന 2 വാഹനമാണ്. എല്ലാം ഷോറൂം സർവീസ് ഉള്ള, ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ്. അത് സെക്കൻഡ് ഓണർഷിപ്പ്, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, ഷോറൂം സർവീസ് 1.20 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് ഉള്ള വാഹനമാണ്. കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിക്കും. മൈലേജ് ഉള്ള കംപ്ലൈന്റ് കുറഞ്ഞൊരു വാഹനം. 3.20 2 ലക്ഷത്തിന്റെ മുകളിൽ ലോൺ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി നമ്മളങ്ങനെ വീണ്ടും മാർബി തന്നെയാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ട് എത്തിക്കണ്ടേ. സെക്കൻഡ് പാർട്ട് ഒരു 10-20 വണ്ടികളാണ്. ഹോണ്ട സിറ്റികളൊക്കെ ഫുൾ ഓണിലുണ്ട്. ഇന്നോവ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ 2.25 ലക്ഷം രൂപയ്ക്ക് പറഞ്ഞു. അങ്ങനത്തെ ഒരു ബ്ലൂ കളർ ഇന്നോവകളുണ്ട്. പിന്നെ ക്യാഷ് ബാക്ക് റേഷൻ 4 ലക്ഷം രൂപ നമുക്ക് പൈസ 7 സീറ്റ് വാങ്ങുമ്പോ. നമ്മളെ കൂടുതൽ സെമിബായാണ് നമ്മുടെ വീട്ടിലേക്ക് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. വണ്ടൂരിൽ തന്നെ പെരിന്തൽമണ്ണ റോട്ടിൽ പോകുമ്പോൾ 1 കിലോമീറ്റർ, ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാറി റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരി വ്യാപാരി ഭവൻ റോഡുണ്ട്. ഈ 200 മീറ്റർ പോന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലും ഷോപ്പൊക്കെ ഒരുമിച്ചാണ്. അതുകൊണ്ട് റെന്റും ഇല്ല, വാടക മാക്സിമം കുറച്ചു കൊടുക്കാം. എല്ലാ വണ്ടിക്കും ഓഫർ റേറ്റ് ആണ്. നിങ്ങൾ പുറത്ത് അന്വേഷിച്ച് റേറ്റ് ഒക്കെ കുറവുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അതും ഒറിജിനൽ കേരള വണ്ടികൾ മാത്രം എടുത്തുള്ളൂ. കേരള വണ്ടികൾ നമ്പർ ആയതല്ലാതെ നമ്മൾ NOC ഒരിക്കലും വിൽക്കൂല. കാരണം ഒരുപാട് ആളുകൾ കിട്ടാത്ത പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, ഈ വണ്ടി കൊടുക്കുമ്പോ NOC കൊടുക്കും. NOC കൊടുത്തിട്ട് ഇങ്ങനെ 2 ലക്ഷം കൊണ്ട് നമ്പർ ആക്കാന്ന് പറഞ്ഞിട്ട് ഫോർച്യൂണർ 19 വണ്ടി പോയി എടുത്ത് കുടുങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയ്ക്ക് നമ്പർ ആക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഇപ്പൊ ആ വണ്ടി നമ്പർ ആക്കാൻ വേണ്ടി കൊടുത്തപ്പോ 7 ലക്ഷം രൂപ നമ്പർ ആക്കാനായി. 2.5 ലക്ഷം രൂപന്റെ അടുത്ത് മുകളില്. അപ്പൊ അതൊക്കെ നമ്മളെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ NOC കൊടുക്കാത്തത്. NOC എടുക്കും ചെയ്യൂല, കൊടുക്കും ചെയ്യൂല. നമ്പർ ആയിക്കോട്ടെ എന്ന് നമുക്ക് വിൽക്കാം, കുഴപ്പമില്ല, കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻഷുറൻസിൽ ക്ലെയിം ഹിസ്റ്ററി നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. ഓരോ വണ്ടിയുടെയും വാഹനത്തിന്റെ ഹിസ്റ്ററിയാണ് ഒരുപാട് ആളുകൾക്ക് അറിയാം. വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്ത് കിട്ടുന്നതിനേക്കാളും എളുപ്പത്തിലും അതിന്റെക്കാളും ക്വാളിറ്റിയിലും പുറത്തുനിന്ന് സർവീസ് ചെയ്ത് കിട്ടുന്നുണ്ട്. അല്ല, എല്ലാ സ്പെയറുകളും വരാൻ ചിലപ്പോൾ 15 ദിവസം ഷോറൂമിൽ വരെങ്കിൽ പുറത്ത് അത് 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത് പെയിന്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ ഇപ്പോ ഷോറൂം ഇഷ്ടം പോലെ ഷോറൂം വന്നത്. അപ്പൊ അതുകൊണ്ട് ഷോറൂമിലോട്ട് ആരും പോകുന്നില്ല ക്ലെയിം ചെയ്യാൻ. 90% ആളുകളും കുറച്ച് ഐഡിയ ഉള്ള ആളുകൾ പുറത്തുനിന്ന് ചെയ്താണ് ഹിസ്റ്ററിയിൽ കിട്ടുന്നില്ല. അതൊക്കെ ഇൻഷുറൻസിൽ ക്ലെയിം ഹിസ്റ്ററിയിൽ കിട്ടും, ടോട്ടൽ ലോസ് ഉണ്ടെങ്കിൽ കിട്ടും. അപ്പൊ കമ്പനിയുടെ ഇൻഷുറൻസിൽ എല്ലാവരും ചെക്ക് ചെയ്തിട്ട് മാത്രം ഒരു വാഹനം എടുക്കുക. നമ്മളിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും എടുക്കുക. അതുപോലെ തന്നെ നല്ലൊരാളെ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഏത് വാഹനമാണെങ്കിലും എന്ന് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ നമ്മളത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ചെയ്യുക. എന്തെങ്കിലും ന്യൂനതകളോ ഫാൾട്ടുകളോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും, ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. നമുക്കൊരു 1 ലക്ഷം മുതലുള്ള വണ്ടികൾ, അതിന് താഴോട്ടുള്ള വണ്ടികളില്ല. 10,000 കിലോമീറ്റർ 2.5 കൊല്ലം വാറണ്ടി, കമ്പനി വാറണ്ടിയിൽ 2.5 കൊല്ലം വാറണ്ടി ഉള്ള വണ്ടികളാണ്. അങ്ങനത്തെ ഒരുപാട് വണ്ടികൾ നമ്മൾ മോഡൽ കൂടിയ വണ്ടികളാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം കൂടുതൽ ആളുകൾ പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ ഒരു വണ്ടി എടുക്കണമെങ്കിൽ നമ്മളെ കയ്യിലുള്ള പൈസ കൊടുത്ത് ബാക്കി ലോൺ ഇട്ട് എടുക്കുക. മുമ്പ് അങ്ങനെയല്ല. 1 ലക്ഷം ആണെങ്കിൽ ആ 1 ലക്ഷത്തിന്റെ വണ്ടി എടുത്ത് ഓടിക്കുക. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി 1 ലക്ഷം ഉണ്ടെങ്കിൽ ആ 1 ലക്ഷം കൊടുത്തിട്ട് ഒരു 6 ലക്ഷത്തിന്റെ വണ്ടി എടുത്തിട്ട് ബാക്കി അടവടച്ച് പോകുക എന്നുള്ള കണ്ടീഷനായി. ആളുകൾക്ക് ഉഷാറായി എല്ലാവരും. തീർച്ചയായിട്ടും വീഡിയോ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അടിപൊളി ഇന്നോവയാണ്. ചെറിയ വിലക്ക് ഇന്നോവ, വെറും 3 ലക്ഷം താഴെ അടിപൊളി നീല കളർ ഇന്നോവ. നമ്മുടെ കൂടുതൽ സെമീർ ഭായി ആണ് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ എങ്ങനെ വണ്ടികളൊക്കെ 3 രൂപ താഴെ ഉണ്ടാവും. കേരള വണ്ടി 3 രൂപ. കേരള വണ്ടിയാണ് 3 ലക്ഷം താഴത്തെ കൊടുക്കാത്ത 7 സീറ്റ് ഉണ്ടാവും. കംപ്ലൈന്റ് ഉള്ള വണ്ടികളല്ല, മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഉള്ള വണ്ടികളും അല്ല. അത് ഗ്യാരണ്ടിയാണ്. ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ, ബോണറ്റ് റീപ്ലേസ് ഇല്ല, അപ്രോണ് മാറില്ല, ഗ്രില്ല് മാറിയിട്ടില്ല, അപ്പുറം ഒന്നും മാറിയിട്ടില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക. ഒറിജിനൽ പക്ക കേരള രജിസ്ട്രേഷൻ വരുന്ന ഇന്നോവ
നമുക്ക് വെറും 2.25 ലക്ഷം രൂപ കൊടുക്കാം. 2.25 ലക്ഷം രൂപ. 3 ലക്ഷം തികയാത്ത വണ്ടി. 1 ലക്ഷം 3 ലക്ഷം തികയാത്ത വണ്ടി. എത്ര മോഡലുണ്ട്? ഇത് 2005 മോഡല്, 25 ലാസ്റ്റ് വരെ പേപ്പർ, AC പവർ സ്റ്റാരിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, അലോയില് പുതിയ ടയർ, രണ്ട് പുതിയ ടയർ ഉണ്ട്, അലോയില് ചെയ്തിട്ടുണ്ട്, പുതിയ ബാറ്ററി ഉണ്ട്. മെക്കാനിക് ഒക്കെ ഒരു 15 ഇന്നോവയുടെ കണ്ടീഷനുള്ള മെക്കാനിക്കും ഉണ്ട്. അത്രയും ക്വാളിറ്റി ഉള്ള മെക്കാനിക്. ഈ ഒരു 30,000 രൂപ മുടക്കുകയാണെങ്കിൽ, ഒരു 3 ലക്ഷം രൂപന്റെ ലെവലിൽ 25,000 രൂപ മുടക്കുകയാണെങ്കിൽ ടൈപ്പ് 4 ആക്കി ഉപയോഗിക്കാം. 3 ലക്ഷം രൂപയ്ക്ക് പക്കാ കേരള വണ്ടി ടൈപ്പ് 4 ആക്കി നമുക്ക് കൊണ്ടുപോകാം. തീർച്ചയായിട്ടും. ഇത് കിലോമീറ്റർ അതിൽ കാണിക്കുന്ന കിലോമീറ്റർ എന്തായാലും കറക്റ്റ് ആവാൻ സാധില്ല. 2005 അല്ലേ നമ്മളെ മീറ്റർ പറയാൻ പറ്റില്ല. ഓണർഷിപ്പ് 5ാമത്തെ ഓണർഷിപ്പ്. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. എന്തിനൊക്കെ ചെറിയ വ്യത്യാസം നമുക്ക് ചെയ്ത് കൊടുക്കാം. മുട്ടിച്ചിട്ടുള്ള റേറ്റ് ഇട്ടാലും നമുക്ക് മാക്സിമം കുറച്ച് കേരള വണ്ടി കേട്ടോ. ഉൾഭാഗം നല്ല നീറ്റ് കണ്ടീഷൻ ആണ്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ഒച്ചപ്പാടോ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല. സസ്പെൻഷനൊക്കെ 38,000 രൂപ കൊടുത്തിട്ട് 4 സസ്പെൻഷനൊക്കെ കസ്റ്റമർ മാറിയതാണ്. ഫുള്ള് ക്ലിയർ ആക്കിയ വണ്ടി. നല്ല മിന്റ് കണ്ടീഷൻ വണ്ടി. അതെ. അടുത്ത വണ്ടി ചെറിയ മുടക്കിൽ നല്ല അടിപൊളി ഹോണ്ട സിറ്റി ആണ്. റെഡ് കളർ ആണല്ലേ, അലവിലൊക്കെ ചെയ്ത വണ്ടി. ഇത് 7th ജനറേഷനിലോട്ട് മാറ്റിയതാണ്. പഴയ രൂപത്തിലായിരുന്നു ഉണ്ടാകുക, ആക്കിയതാണ്. ഇത് റീ രജിസ്ട്രേഷൻ ആണ്. 15 ലാസ്റ്റ് ആണ്. SMT ആണ്. 1.35 ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. പുതിയ ന്യൂ മോഡൽ ആക്കിയിട്ടുണ്ട്. പമ്പർ ഗ്രില്ല് ഇത് റിലേറ്റ് മാറുള്ളൂ. ഫോണ്ട് കമ്പനി മാറൂല. കമ്പനി വണ്ടിയിൽ നമ്മൾ ചോദിക്കുന്ന റേഷ്യോ 5.25 വണ്ടി കൊടുക്കാം. 5,75,000 വണ്ടി ചോദിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും കുറച്ചും കൊടുക്കാൻ പറ്റും. ലോൺ ഫുള്ളും കയറും. ഫുള്ള് ലോൺ 5 രൂപ ലോൺ ചെയ്യാം. 6 ലക്ഷം രൂപ ID ഉള്ള ഇൻഷുറൻസ് ഉണ്ട് നിലവിൽ. പുതിയ എടുത്തു കൊടുക്കുക. കാരണം ഈ മാസം തീരും. 4 ടയർ ഒരു 90% ഉണ്ട്. അലോയിലുണ്ട്, ഫിറ്റിംഗ്സ് ഉണ്ട്, ലെതർ സീറ്റ് ഉണ്ട്. എല്ലാ ഓപ്ഷനും വരുന്ന വാനാണ്. എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് 1.35 ഓടിക്കുന്നുണ്ട്. ഇത് ഗ്യാരണ്ടി പറയാൻ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ് കേട്ടോ. ഓണർഷിപ്പ് സിംഗിളോ? അല്ല, ഇപ്പൊ നമ്മള് പേരിലോട്ട് മാറി. 3ാമത്തിലാണ് നിലവിലുള്ളത്. വേറെ പണികളൊന്നുമില്ല. ഫുൾ പക്ക ക്ലിയർ ആണ്. നിലവിലൊക്കെ ക്ലിയർ ആണ്. വണ്ടി കസ്റ്റമർക്ക് എടുക്കുക, എണ്ണ അടിക്കുക, ഓടുക. 70,000 മുടക്കിൽ 23 കിലോമീറ്റർ മൈലേജും കിട്ടും. അതെ, വെറും 70,000 മുടക്കിയാൽ മതി. അടുത്ത വണ്ടി മഹീന്ദ്രന്റെ XUV 500. നമ്മൾ XUV ഒരുപാട് കൊടുക്കാറുണ്ട്. നല്ലൊരു സർവീസും കാര്യങ്ങളൊക്കെ മാത്രമല്ല, വണ്ടിക്ക് ഒരു എടുക്കുമ്പോൾ കയറുമ്പോ തന്നെ ഒരു ഫ്രഷ്നെസ് ഉള്ള ഒരു വണ്ടി XUV വളരെ കുറവാണ് കിട്ടാറ്. കാരണം കമ്പനി ലെതർ സീറ്റ് തന്നെ ചിലപ്പോൾ ചെറിയ വിള്ളലും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇത് 2014 മോഡലാണെങ്കിലും ഒരു 19 വണ്ടിയിലോട്ട് കയറുന്ന ഒരു ഫ്രഷ്നസോട് കൂടിയ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. 60-30 ഫാൻസി നമ്പർ. സിംഗിൾ ഓണർഷിപ്പ്. 2014 ലാസ്റ്റുള്ള XUV 5W8 ഏറ്റവും ടോപ്പ് എൻഡ്. ഫുൾ 2 ടയർ പുതിയതുണ്ട്. 2 ടയർ ഇപ്പൊ നമ്മൾ മാറും. വണ്ടി സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, ഷോറൂം സർവീസ് 1.20 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് ഉള്ള വാഹനമാണ്. ഇത് നമ്മള് ഇവിടെ 7 ലക്ഷം രൂപയൊക്കെ വണ്ടിക്ക് റേറ്റ്. 6,90,000 രൂപക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഫൈനലായിട്ട് 6,90,000 കൊടുക്കാൻ പറ്റും. 7 ലക്ഷം രൂപ ലോണും ചെയ്യാം. പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. 2 പുത്തൻ ടയർ ഉണ്ട്. പുതിയ ബാറ്ററി ഉണ്ട്. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി ഉണ്ട്. 8 എയർ ബാഗ്, പുഷ് എല്ലാം വരുന്ന വാഹനം. 8 എയർ ബാഗ്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ലെതർ സീറ്റ്, നാവിഗേഷൻ എല്ലാം കമ്പനി വരുന്ന W8. പുത്ത വണ്ടി കണ്ടീഷനിൽ കൊണ്ടെടുക്കാൻ പറ്റും. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. വൃത്തിയുള്ള വണ്ടി. എത്ര മൈലേജ് ആണ് ഡീസൽ ആകുമ്പോൾ? 12-13 കിലോമീറ്റർ ഒക്കെ മൈലേജ് പ്രതീക്ഷിച്ചാണ്. അടുത്ത വണ്ടി ഹുണ്ടായിന്റെ ക്രെറ്റയാണ്. ബോസിന് വണ്ടി. ബോസ് നമ്പർ ആണല്ലോ. നമ്പർ ബോസ് 8055. അതാണ് ബോസ് ആണ്. ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ. 2017 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. ഇപ്പൊ നിലവിൽ വന്ന കണ്ടീഷനാണ്. ചെയ്യാണ്ട് ഒരു റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. 1.4 ആണ്. നല്ല 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ക്രെറ്റ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. ഒരു റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. E+ ആണ്. കമ്പനി അലോയില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ എയർ ബാഗ്, ABS, അലോയില്, ബാക്ക്
എല്ലാം പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. എല്ലാം വരുന്ന നല്ല അടിപൊളി വണ്ടിയാണ്. പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട്. ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ് ഒന്നും വാങ്ങില്ല. ഒന്ന് ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊടുക്കും. അതെ അതെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 7,90,000 രൂപ കൊടുക്കാം. എന്തെങ്കിലും കുറച്ചും കൊടുക്കും. കുറച്ച് കൊടുക്കും. A90 ലോണും കൊടുക്കും. ഫുൾ ലോണും ചെയ്യാം. എല്ലാം ഫുൾ ഓൺ. അതെ അതെ. ഓ അപ്പൊ പൈസ വേണ്ട. ഇങ്ങനത്തെ ഉറപ്പില്ലെങ്കിൽ നേരെ ക്ലെയിം ഹിസ്റ്ററി നോക്കിക്കോളി. ആ വണ്ടിയുടെ ഹിസ്റ്ററി നോക്കിക്കോളി. അതും സിംഗിൾ ഓണർ, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, അടിപൊളി ഫാൻസി നമ്പർ, ബോസ് എന്നുള്ള നമ്പർ, 80-55 നമ്പർ വരുന്ന ബോസ് നമ്പർ ആണല്ലേ. ബെറ്റർ ചോയ്സ്. അതാറുണ്ട്. നല്ല മൈലേജും കിട്ടും. അടുത്ത വണ്ടി നല്ല അടിപൊളി നിസാന്റെ ടെറാനോ എങ്ങനെയുണ്ട്? ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷന് 85 സിംഗിൾ ഓണർഷിപ്പ്, 14 റേസർ, 14 ഡെലിവറി, 13 മോഡല്, 85 എക്സൽ ഓപ്ഷൻ വരുന്ന വാഹനം. 4 പുത്തൻ ടയർ ഉണ്ട്. അലോയ് ഫിറ്റിംഗ്സ്, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനം നമുക്ക് 4,30,000 രൂപ കൊടുക്കാം. ഫുള്ള് സർവീസ് ഉള്ള വാഹനം, സിംഗിൾ ഓണർഷിപ്പ്, പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. ബ്രിജിസ്റ്റോന്റെ 4 പുത്തൻ ടയർ ഉണ്ട്. കസ്റ്റമർക്ക് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറിന് 3-3.25 വരെ ലോൺ ചെയ്യാം. സഡാൻ ടൈപ്പ് അടിപൊളിയായിട്ട് കൊണ്ടുപോയി. ഫാൻസി നമ്പർ 9500 നമ്പർ. പണികളോ കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി വളരെ റയറാണ്. അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ വണ്ടി. 85 20 കിലോമീറ്റർ മൈലേജ് ഡീസലിന് മൈലേജ് കിട്ടുമല്ലോ അല്ലേ. ചെറിയ മുടക്ക് നല്ല അടിപൊളി സെഡാൻ വണ്ടി, ബ്ലാക്ക് കളർ ആൾട്ടിസ് നമ്പർ ആയ വണ്ടിയാണ്. 11 മോഡല്. ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. 18 നമ്പർ ആയിട്ടുണ്ട്. ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ ഒന്നുമില്ല. ഹിസ്റ്ററിയും കാര്യങ്ങളും അതും ഉണ്ട്. കമ്പനി ഹിസ്റ്ററി വണ്ടിയാണ്. ബ്ലാക്ക് കളർ. അവിടുത്തെ ടാക്സി വണ്ടിയല്ല, പ്രൈവറ്റ് വണ്ടി ഇവിടെ കൊണ്ട് നമ്പർ ആക്കിയതാണ്. പാർക്ക് ആൻഡ് സെയിലുള്ള വാഹനമാണ് നിലവില്. ഈ വാഹനം നിലവിൽ നമുക്ക് 4 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. 4 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാം. അലോയ് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. സീറ്റുകൾ കുറച്ച് മുഷിപ്പുണ്ട്. നമുക്ക് അവർ സംസാരിച്ച് ക്ലിയർ ആക്കി കൊടുക്കാം. കസ്റ്റമറെ വണ്ടി അതുകൊണ്ട് നമുക്ക് അവരോട് സംസാരിച്ചു നോക്കാം. അവരോട് വണ്ടി നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ബ്ലാക്ക് കളർ ആകുമ്പോൾ നല്ല ക്വാളിറ്റിയിലേ കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വണ്ടി ഇഷ്ടപ്പെടുന്ന കസ്റ്റമർക്ക് ബ്ലാക്ക് അൾട്ടിസ് ഒരു രക്ഷയില്ലാത്ത വണ്ടി KL55 വണ്ടി ഉള്ളത്. 4 രൂപയാണ് 1.40 ഓടിയിട്ടുണ്ട്. 4 രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് ഒരു 3 രൂപ വരെ ലോണും ചെയ്തു കൊടുക്കാം. മാക്സിമം കയറും. 1 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് മൈലേജ് 20 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. എന്തായാലും ഡീസൽ മൈലേജും കിട്ടും. വേറെ പണികൾ റീപ്ലേസും റീപ്ലേസും കാര്യങ്ങളും നമ്പർ അടിച്ചു നോക്കിയാൽ ഹിസ്റ്ററി കിട്ടും. അടുത്ത വണ്ടി വീണ്ടും i20 2009 മോഡല് ഡീസൽ ആസ്റ്റ. ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വണ്ടി. അതായത് എയർ ബാഗ്, ABS, അലോയ്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ല, കമ്പനി വരുന്ന അലോയിലാണ്. കമ്പനി വരുന്ന അലോയിലാണ്. ഇത് നമുക്ക് 4,99 കൊടുക്കാം. അല്ല 1,49 കൊടുക്കാം. 1,49,000 വണ്ടി കൊടുക്കുക. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കുക കസ്റ്റമർക്ക്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഈ വാഹനം ഡീസൽ ആട്ടോ. ഡീസൽ വാഹനമാണ്. നല്ല മൈലേജ് ഉണ്ടാവും. അത്യാവശ്യം ഒരു ഫാമിലി യൂസിനൊക്കെ പറ്റിയ വണ്ടി. ഒരു ഓഫർ റേറ്റ് ആണ്. 1,49. മാക്സിമം ഈ കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ. എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. പേപ്പർ എത്ര വേണ്ടേ? പേപ്പർ ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ടാവുള്ളൂ അല്ലേ? പേപ്പറിന് അധികം ചെലവ് വരുന്നില്ല. ആകെ 7,500 രൂപ ടാക്സും 2,000 രൂപ ടെസ്റ്റിന്റെ 10 രൂപയുടെ ഉള്ളിലേ വരുള്ളൂ. പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കേണ്ട. പിന്നെ ആ ഭാഗം ചിന്തിക്കേണ്ട. ഒരു 10 രൂപ നമുക്ക് പേപ്പർ ചെലവാക്കി കഴിഞ്ഞാൽ 5 കൊല്ലത്തേക്ക് പിന്നെ പേടിയേ വേണ്ട. എണ്ണ അടിച്ചിങ്ങനെ അടുത്ത വണ്ടി ഹുണ്ടായിന്റെ വർണ്ണാണ് സെഡാൻ വണ്ടി. സെഡാൻ ടൈപ്പ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. XXO 1.6 6 എയർ ബാഗ്. അതുപോലെ തന്നെ പുഷ് ബട്ടൺ, കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന ലെതർ സീറ്റ് ഒക്കെ ഉള്ള വാഹനം. ഒരു റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്ലൂഡിക് ടൈപ്പ് ആണ്. 11 ലാസ്റ്റ് ആണ് നിലവിൽ വാഹനം ഉള്ളത്. 1.40 ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റും മൈനർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. ടയർ ഒരു 60-80% ടയർ ഉണ്ട്. ബാക്ക് ടയർ 60, ഫ്രണ്ടിൽ 80% ടയർ ഉണ്ട്. റീപ്ലേസ് ഇല്ലാത്ത വാഹനം. ഡീസലാണ്. 1.6 വരുന്ന വെർണ. വെറും 3,20,000 രൂപ കൊടുക്കാം. 3,20,000 രൂപ വണ്ടി കൊടുക്കാം. ഇനി കുറയുമോ? മാക്സിമം ഓപ്ഷൻ വണ്ടിയാണ്. 2.25 ലക്ഷം രൂപ ലോണും ചെയ്യാം. മാക്സിമം ലോണും കയറും. 2.25 ലക്ഷം രൂപ ലോണും ചെയ്യാം. വെർണ ഫ്ലൂഡിക്ക് XXും EX ഒക്കെ വരലുണ്ട്. 2.90 3 രൂപ. XX ഓപ്ഷൻ വണ്ടി ഒരിക്കലും 3.20 നമുക്ക് പുറത്തോട്ട് കൊടുക്കാൻ കഴിയില്ല. ഇത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വേറെ ഒരു കംപ്ലൈന്റോ മേജർ ആക്സിഡന്റോ ഒന്നും വണ്ടിയിലില്ല.
50 വണ്ടി ഇറക്കാം. ഫുൾ ഓപ്ഷൻ അടിപൊളി വെള്ള കളറിലല്ലേ? ഒരു 55,000 കിലോമീറ്റർ ഹിസ്റ്ററി ഒക്കെ കറക്റ്റ് സർവീസ് ആണ്. 48 സർവീസ് കഴിഞ്ഞു, 55 ഓടി 58 സർവീസ് വരിക, 58 സർവീസ് വരും. ഇനി 2018 മോഡല്, 19 ഡെലിവറി, 19 രജിസ്റ്റർ, 3ാമത്തെ ഓണർ ആണ്. വേറെ ആക്സിഡന്റ്, മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും നിലവിൽ സംഭവിച്ചിട്ടില്ല. 4 പുതിയ ടയർ ഉണ്ട്. RS 85 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 85 BHP ആണ്. കംപ്ലൈന്റ് കുറവാണ്. റിവേഴ്സ് ക്യാമറ, സെൻസർ, ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ സബ്, ആമ്പ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ എടുക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹിസ്റ്ററി ഉണ്ട്, സർവീസ് ബുക്ക് കാര്യങ്ങളുണ്ട്, അതുണ്ട്. ഒക്കെ ഉള്ള വാഹനം 860 ആണ് റേറ്റ് ചോദിക്കുന്നത്. 860 ലോണും ചെയ്യാം. ഇത് ഫുൾ ലോൺ ചെയ്യും. ഇവിടെ വണ്ടിയിൽ മാക്സിമം ഫുൾ ആണ്. മുടക്കണ്ട, അതാണ് മെയിൻ ആയിട്ടില്ല. ഇവിടെ ഒരു 10-50 വണ്ടികളുടെ ഒക്കെ ഫുൾ ആണ്. ഒരു മുടക്കാതെ 25 വണ്ടികൾ ഫുൾ ലോൺ വണ്ടികൾ ഉറപ്പായിട്ടും ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്. പിന്നെ പ്രതീക്ഷയുള്ള വണ്ടികളും കുറയുണ്ട്. വേറെ പിന്നെ ക്യാഷ് ബാക്ക് 4 ലക്ഷത്തിന് വണ്ടികളൊക്കെ 4 ലക്ഷം. തീർച്ചയായിട്ടും ഇതിന് വേറെ പണികളൊന്നും ഫുൾ പക്ക എടുക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യണ്ട, എണ്ണ അടിക്കുക, ഓടുക. ഫുൾ ഓണില് നല്ല അടിപൊളി അൾട്ടോ 800 ആണ്. ഇത് കസ്റ്റമർ വണ്ടിയായിരുന്നു, സെയിലുള്ളതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ചിരുന്നു, അതിൽ 1.25 ഒരു ചോദിച്ചിരുന്ന റേറ്റ്. വീഡിയോ കണ്ട ആളുകളുണ്ടെങ്കിൽ പറയാം, ഒരു കസ്റ്റമർ വന്നിരുന്നു, ഓടിച്ചൊക്കെ നോക്കി, വണ്ടിയൊക്കെ ഓക്കെ ആക്കി. അപ്പോ അവർ സംസാരിച്ച് 1.60 വരെ ആക്കിയിരുന്നു. 1.60 നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. കസ്റ്റമർ വന്നോട്ടെ, അവർക്ക് ലോണ് പാസ്സായില്ല. നിങ്ങൾ ലോണ് നിലവിൽ 1 ലക്ഷം രൂപ ലോൺ ക്ലോസ് ചെയ്യാണ്ട് 1.60 വരെ ലോണും കിട്ടും. 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 13 ലാസ്റ്റ് ആണ്. ഗ്ലാസും ബോണ്ടും റീപ്ലേസ് ഉണ്ട്. ഉള്ളോട്ട് പരിക്കോ കാര്യങ്ങളോ അപ്പുറോണോ കാര്യങ്ങളോ ഇതൊന്നും ക്രോസ് പമ്പറും കാര്യം അതും മാറിയിട്ടില്ല. ഹിസ്റ്ററി ഒക്കെ ഉള്ള വാഹനമാണ്. 70-something കിലോമീറ്റർ ഓടി, 13 ലാസ്റ്റ്. ടയർ കണ്ടീഷൻ ഒരു 70-80% ഉണ്ട്. LXI ആണ്. AC പവർ സ്റ്റാരിങ്, 2 ഡോർ പവറിന്റെ കമ്പനി വരുന്ന വാഹനം. 1.60 കസ്റ്റമർ കൊടുക്കുക. പാർക്കൻസൈൽ വാഹനമാണ്. വന്ന് കണ്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഇനിയും കുറച്ച് കസ്റ്റമറെ നേരിട്ട് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. അതെ, ലോണ് 1.60 ലോണ് കിട്ടും. അടുത്ത വണ്ടി i20, അത് ലിമിറ്റഡ് ആയിട്ട് ഇത് നിലവിലൊരു കസ്റ്റമർ ലോണിന് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആവും എന്ന് പറയാൻ പറ്റില്ല, കാരണം അവർക്ക് സിബിൽ കുറച്ച് മോശമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നോക്കുന്നുണ്ട്, അവർ ചെയ്തുകൊണ്ടിരിക്കാണ്. അത് നോക്കണ്ട, അത് പറ്റി അത് ഓക്കെ ആയിട്ടില്ലെങ്കിൽ നമുക്ക് കൊടുക്കാം. 2018 മോഡൽ XX ഓപ്ഷൻ വരുന്ന വാഹനം, അതായത് ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷന്, ഡീസല്, സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി ഹിസ്റ്ററി, സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ടയർ ഒരു 70-50% മുകളിൽ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സർവീസ് ഹിസ്റ്ററി ഷോറൂമിൽ നിന്നാണ്, ഫുൾ സർവീസും ഷോറൂമിൽ നിന്നാണ്. നമുക്ക് പിന്നെ 6 എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷന്, GPS, കോർണർ ലൈറ്റ്, പ്രൊജക്ട് ലാമ്പ്, DRL, എല്ലാ ഓപ്ഷനും വരുന്ന ലിമിറ്റിൽ വരുന്ന വാഹനമാണ്. ഒരു പണിയും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞിട്ട് നേരെ ഒരു 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും ഏറിപ്പോയാല്. 21-22 ഫാൻസി നമ്പർ, എല്ലാം ഫാൻസി നമ്പർ. ഹിസ്റ്ററിയൊക്കെ എടുത്തോട്ടെ. ഒരു വണ്ടിയുടെയും നമ്പർ നമ്മൾ മറക്കുന്നില്ല. നമ്പർ മറിച്ച് ബാക്കും ഫ്രണ്ടിലൊക്കെ നമ്പർ മറിച്ച് വീഡിയോയുടെ ആവശ്യം നമുക്കില്ല. നമ്മൾ വണ്ടി എടുക്കുമ്പോ അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇൻഷുറൻസിലും സർവീസിലും ഒക്കെ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ പിന്നെ ആ പേടില്ല. പിന്നെ അതുപോലെ തന്നെ വണ്ടി എടുക്കുക വലിയ ലാഭത്തിലല്ല നമ്മൾ വിൽക്കുന്നത്, ചെറിയൊരു മാന്യമായ ലാഭത്തിലേ നമുക്ക് വണ്ടി വിൽക്കണുള്ളൂ. വലിയ ലാഭത്തിലൊക്കെ വിൽക്കുമ്പോൾ പഴയ ഓണർ അതിന്റെ എത്ര വിലക്ക് എടുത്തതെന്ന് കൊടുത്തതെന്ന് അറിയേണ്ട ആവശ്യമുള്ളൂ. ഇതൊക്കെ ഓപ്പണാണ്. നമുക്ക് ചെറിയ ലാഭം മതി. വണ്ടി കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത മാർച്ചിലൊക്കെ ഒരു 8 വണ്ടിയോളം നമുക്ക് എടുത്ത വിലനേക്കാളും താത്തി നമുക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വണ്ടി പറ്റിയെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടോ ഇല്ല നമ്മൾ നോക്കണില്ല. കുറച്ച് കസ്റ്റമർ കൊണ്ടോട്ടെ. അതായത് നമുക്ക് ഒരു അപ്ഡേഷൻ വരണം. വണ്ടി പോയി 1 മാസം 2 മാസം കഴിഞ്ഞ പിന്നെ വണ്ടി എടുത്ത വിലക്കാളും കുറച്ച് നമ്മൾ കൊടുക്കണം. വിറ്റ് ഒഴിവാക്കുന്ന രീതിയിൽ കൊടുത്ത് ഒഴിവാക്കും. അതെ, ഇത് എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 1,00,000-something കിലോമീറ്റർ ഓടിക്കുന്നത്. ഫുൾ സർവീസ് ഉള്ള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. മേജർ സർവീസ് ഒക്കെ ഷോറൂമിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് മാറിയതാണ്. ഇപ്പൊ ഈ ലാസ്റ്റ് സർവീസിൽ മാറിയതാണ്. 6,90,000 രൂപ വണ്ടി കൊടുക്കാം. 7,20 ചോദിക്കുന്നതാണ്. 7 ലക്ഷം വരെ ലോണും ചെയ്യാം. 7,20 ലോണും ചെയ്യാം. മാക്സിമം ഫുൾ ഓൺ ആണല്ലോ. അതെ. ഡീസലില്
20-18 കിലോമീറ്റർ മൈലേജും കിട്ടും. എന്തായാലും കിട്ടും മൈലേജ്. അടുത്ത വണ്ടി ടൊയോട്ടന്റെ ലിവലെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയ കളർ 2 കളറാണ്. ഒന്ന് വൈറ്റ് ആൻഡ് ബ്ലാക്ക്, റെഡ് ആൻഡ് ബ്ലാക്ക്. ഇത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. ഈ വാഹനം പുത്തൻ വണ്ടി ഇറങ്ങുമ്പോൾ ഷോറൂമിൽ നിന്ന് 8.25 ലക്ഷം രൂപ ഈ വണ്ടിക്ക് വില. ഇപ്പോഴും ഈ വണ്ടി 8ന്റെ മുകൾക്കാ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനം നിർത്തിയതാണ് ആകെ കുഴപ്പം വന്നത്. നമ്മളിപ്പോ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം 1 ലക്ഷം കിലോമീറ്റർ ഓടാനുള്ള ടയർ ഇപ്പൊ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. യോക്കോമന്റെ ടയർ പുത്തൻ ടയർ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് 7 മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, A to Z ഷോറൂം സർവീസ്. സ്റ്റെറിലുള്ള വണ്ടി എടുക്കുന്ന ആൾക്ക് എണ്ണ അടിക്കുക, ഓടുക, അത്രേ പണിയുള്ളൂ. ഈ വാഹനം 1 ലക്ഷം കിലോമീറ്ററിന്റെ ലെവലിൽ ഓടിയിട്ടുണ്ട്. 6,25,000 വരെ ലോൺ ചെയ്യാം. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 7 ലക്ഷം രൂപ, വെറും 7 ലക്ഷം രൂപ. പക്ഷെ 1-1.25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ ആണ്. എല്ലാ ഇപ്പൊ മാർക്കറ്റിൽ 8 റുപ്യൊക്കെ ചോദിച്ച് വിൽക്കുന്ന വണ്ടിയാണ്. 7 ചോദിക്കുന്നുള്ളൂ. മാക്സിമം കുറച്ചു കൊടുക്കാം. അതും കേരള വണ്ടി നിങ്ങൾ വണ്ടി വന്ന് വണ്ടി വന്ന് കണ്ടാൽ വണ്ടി കൊണ്ടേ പോകുള്ളൂ. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അതൊക്കെ വണ്ടി എഞ്ചിൻ റൂമൊക്കെ തുറന്നു കഴിഞ്ഞാലും വണ്ടിന്റെ അകത്തൊന്നും കയറി കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് കേരള വണ്ടികൾ അതൊക്കെ കിടക്കുന്നത്. ഡീസലിൽ 23 കിലോമീറ്റർ മൈലേജും കിട്ടും. എന്തായാലും കിട്ടും. എണ്ണ അടിച്ചാ കട്ട താകണോ എന്താ താകാത്തെന്ന് ചോദിക്കും. അത്ര മൈലേജ്. ഇങ്ങോട്ട് ചോദിച്ചു ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടേ ഒരു കസ്റ്റമർ, നേരത്തെ വിറ്റ കസ്റ്റമർ, എടാ മോനെ ഇതിന്റെ മീറ്റർ കംപ്ലൈന്റ് ആണോ, താകുന്നില്ല. അപ്പൊ അവർക്ക് പെട്രോൾ വണ്ടി ഉപയോഗിച്ച ആളുകൾ ഒറ്റയടിക്ക് ഡീസലിലോട്ട് മാറ്റുമ്പോ മൈലേജിന്റെ പകുതിന്റെ മുകളിൽ വ്യത്യാസമാണ്. ഇതിന്റെ പകുതിന്റെ ലെവലിൽ ഇതിന്റെ പെട്രോളിന് മൈലേജ് കിട്ടുള്ളൂ. 12 കിലോമീറ്റർ മൈലേജ്. ഇത് 20-23 കിലോമീറ്റർ മൈലേജ് ഡീസലിന് മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഒരു അടിപൊളി ആഷ് ബാക്ക് വണ്ടി. ഇതിനെ കവച്ചു വെക്കാൻ ഇപ്പൊ ഉണ്ടാകുണ്ടാവും. ഇപ്പൊ അത് ഈ നിലവില് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വണ്ടിയിൽ ഏറ്റവും ക്വാളിറ്റി വണ്ടി. ഇപ്പൊ ഒരു ലോങ് ലൈഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ 1 ലക്ഷത്തിലോ 2 ലക്ഷത്തിലോ 3 ലക്ഷത്തിലോ 5 ലക്ഷത്തിലോ ഒന്നും സർവീസ് കമ്പനി തന്നെ പറയുന്നില്ല. അത് നിങ്ങൾ കറക്റ്റ് സർവീസ് ചെയ്തില്ലെങ്കിൽ മാത്രമേ പണി വരുള്ളൂ. അടുത്ത വണ്ടി പോളോ റെഡ് ആൻഡ് ബ്ലാക്ക് ചെയ്തതാണ്. പോളോ ഹൈലൈന് ഡീസൽ 1.5 GT വരുന്ന എഞ്ചിന്. അതിന് നേരത്തെ ഒരു കസ്റ്റമർ ലോണിന് കൊടുത്തിരുന്നു. അതൊക്കെ ഓക്കെ ആയി. പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും ഞാൻ എടുത്തു. പക്ഷെ അവർക്ക് ലോൺ പാസ്സായില്ല. സിവിലിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അവന് ലോൺ പാസ്സായില്ല. 5 ലക്ഷത്തെ ഐഡി വിട്ടിട്ട് പുതിയ ഇൻഷുറൻസ് ഒരു 2-3 ദിവസം 4-5 ദിവസമായിട്ടുണ്ടാവുള്ളൂ ഇൻഷുറൻസ് എടുത്തിട്ട്. അതൊക്കെ എടുത്തു. 2 പുതിയ ടയർ ഇട്ടു. വണ്ടി എല്ലാം ഓക്കെ. അവര് ഷോറൂമൊക്കെ കൊണ്ട് ചെക്ക് ചെയ്ത വണ്ടിയാണ്. എല്ലാ ഭാഗവും ഒക്കെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ലോൺ പാസ്സായില്ല. ലോണൊക്കെ അപ്രൂവൽ ആയി എന്നൊക്കെ പറഞ്ഞ് അവര് വിളിച്ചപ്പോ ഞാൻ അതിന്റെ ഇൻഷുറൻസ് അഡ്വാൻസ് ആയിട്ട് എടുത്തു. അപ്പൊ പോട്ടെ, എന്തായാലും ഇൻഷുറൻസ് അടക്കണല്ലോ, എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ഇൻഷുറൻസ് അടുത്ത 2025 ഈ 4-ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ടാവും. വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 1,20,000 കിലോമീറ്റർ ഓടിന്റെ ഡീസലില് 18 to 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 1.5 GT ആയിരുന്ന എഞ്ചിനാണ് ഇത്. 5,10,000 രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. അതെ, 15 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അടുത്ത വണ്ടി വീണ്ടും നിസാൻ സണ്ണിയില് XV പ്രീമിയം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ ഒറിജിനൽ കേരള വാഹനമാണ്. VX എന്ന് പറഞ്ഞാല് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, കമ്പനി ലെതർ സീറ്റ്, കമ്പനി റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീൻ ഒക്കെ കമ്പനി. അതെ അതെ. മേജർ ആക്സിഡന്റോ മൈനർ ആക്സിഡന്റോ റീപ്ലേസോ ആക്സിഡന്റോ ഒന്നുമില്ല. കിലോമീറ്റർ 1.40 ഓടിയുണ്ട്. ഹിസ്റ്ററിയിൽ സർവീസും ഉണ്ട്. കേരള വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഇൻഷുറൻസ് 7 മാസം വരെയാണ്. തേർഡ് പാർട്ട് ആണ്. ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് 3.5 ലക്ഷം വരെ ലോണും ചെയ്യാം. 3,90,000 രൂപക്ക് ഈ വാഹനം നമുക്ക് കൊടുക്കും. അതെ, നേരിട്ട് വന്നോട്ടെ. കസ്റ്റമർക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് 23.5 വരെ ലോൺ കയറും. ഡീസല് 23 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ലോ മെയിൻ്റെനൻസ് ഉള്ള സഡാൻ ടൈപ്പ് വണ്ടി തപ്പുന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഇതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എല്ലാ ഓപ്ഷനും വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. കേരള വണ്ടിയാണ്. ന്യൂ ഷേപ്പ് ആണ്. 14 ഡിസംബർ ആണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ട്. 4 ടയർ ഒരു 90% ഉണ്ട്. അലേവീൽ ഉണ്ട്, പുഷ്പട്ട ഉണ്ട്, ബാക്കിലോട്ട് റിയർ AC ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ പരിപാടി എണ്ണ അടിച്ച കൂട് അത്ര മാത്രം. വെറും 40,000 രൂപ വണ്ടിയുടെ കൊണ്ടുപോകും. അടുത്ത വണ്ടി വോക്സ് വാഗന്റെ വെന്റോ 1.2
GT TSI എഞ്ചിൻ വരുന്നതാണ്. ജീട്ടിന്റെ TSI എഞ്ചിന്, അതായത് അപ്പോളോയിൽ വരുന്ന സെയിം എഞ്ചിന്, 7 സ്പീഡ് ഗിയർ ബോക്സ്, DSG ഗിയർ ബോക്സ് ഒക്കെ വരുന്ന പെർഫോമൻസ് ഉള്ള വാഹനം, പവറുള്ള വണ്ടി, സെഡാൻ ടൈപ്പ് വാഹനം. ഇത് നിലവില് ഫ്ലഡ് ചെറിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ വാഹനത്തിന്റെ ഉള്ളിലോട്ട് വെള്ളം കയറിയിട്ട് സർവീസ് ഷോറൂമിൽ ചെയ്തിട്ടുണ്ട്. അത് സീറ്റിന്റെ താഴ്ഭാഗം വരെ കയറിയിട്ടുള്ളൂ, അല്ലാതെ നമുക്ക് റണ്ണിങ്ങിൽ കയറി പോയതാണ്. വണ്ടി ഫ്ലഡ് ആയിട്ട് സർവീസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഷോറൂം സർവീസ് ഉള്ള വാഹനമാണ്. 14 മോഡല്, 15 റേസർ നമ്മളെ പേരിലോട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് വാഹനം. 58,000 കിലോമീറ്റർ ഓടി. നിലവിൽ ഈ വാഹനത്തിന്റെ പെയിന്റ് ടച്ചപ്പ് ബോഡിയിലോ പമ്പറിലോ പോലും പെയിന്റ് ടച്ചപ്പ് ചെയ്യാത്ത വാഹനമാണ്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ധൈര്യമായിട്ട് പറയാം. നല്ല ഇതില് എല്ലാ ഓപ്ഷനും വർക്കിംഗ് ആട്ടോ, എല്ലാ ഓപ്ഷനും വർക്കിംഗ്. വണ്ടി നിങ്ങള് ഫ്ലഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ കാണിച്ചാലും ഒരാളും അറിയില്ല. പറയുമ്പോഴേ ഈ സംഭവം അറിയുള്ളൂ, ഒരു മനസ്സറിയില്ല. അങ്ങനെ ഫ്ലഡ് ഉള്ള വാഹനമല്ല. A കാറ്റഗറിയിലും ഇല്ല, B കാറ്റഗറിയും ഇല്ല, C കാറ്റഗറിയും ഫ്ലഡ് ഇല്ല. അത് ധൈര്യപ്പെട്ട് കൊടുക്കാം. ഇൻഷുറൻസിലും ക്ലെയിം ഇല്ല. നമ്മളോട് കസ്റ്റമർ പറഞ്ഞോണ്ട് നമ്മൾ പറയുന്നത് ആ ലെവലിൽ നമ്മൾ വാങ്ങി ഇപ്പൊ 4.5 നമ്മൾ കൊടുക്കും. 4.5 ലക്ഷം റുപ്യ ഉള്ളൂ. DSG ഗിയർ ബോക്സ്, 7 സ്പീഡ് 1.5 ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. നിങ്ങൾക്ക് ലാഗിങ് ആണ് സംഗതി ഉണ്ടാവില്ല. പെർഫോമൻസ് ഒക്കെ ഒരു 3.25 ലക്ഷം രൂപ ലോൺ കയറും. 10-50 ഇറക്കാൻ പറ്റുമോ? ഒരു 50 ഇറക്കാം. വണ്ടി ഇറക്കാം. ഡീസൽ മൈലേജും കിട്ടും. പെട്രോൾ ആണ്. പെട്രോൾ 15 to 14 കിലോമീറ്റർ മൈലേജ് കിട്ടും. അല്ല അടിച്ചപ്പൊളി ഓടുകയാണെങ്കിൽ അതാവും. എക്കണോമിയിൽ എങ്ങനെ ഓടുകയാണെങ്കിൽ അടുത്ത വണ്ടി വീണ്ടും ഒരു സെഡാൻ വണ്ടിയാണ്. ഇറ്റിയോസ്. ഇത് മെക്കാനിക് ഒക്കെ പെർഫെക്റ്റ് കണ്ടീഷൻ, ഫുൾ പക്ക. വേറെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും വണ്ടിമ എടുക്കാറില്ല. ഗോൾഡൻ കളറാണ്, സ്വർണ്ണം പൂശിയ വണ്ടിയാണ്. 2011 ലാസ്റ്റ് ഡിസംബർ വണ്ടി. 2011 ഡിസംബർ ആണ്. 3rd ഓണർഷിപ്പ് ആണ് നിലവിൽ ഇപ്പൊ വണ്ടി ഉള്ളത്. റീ ചെയ്ത വണ്ടി കേട്ടോ. ഇത് 16 റീ ആയതാണ്. 16 മുതൽ നാട്ടിൽ ഓടിയ വണ്ടിയാണ്, കേരളത്തിൽ നാട്ടിൽ ഓടിയ വണ്ടിയാണ്. ഫുള്ള് സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി നോക്കിക്കോളെ. 3rd ഓണർഷിപ്പ് ആണ്. നിലവിൽ ലോൺ ഉണ്ടായിരുന്നു, അതിപ്പോ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ലോൺ എടുക്കുന്ന കസ്റ്റമർക്ക് 2 ലക്ഷം രൂപ ലോണും കിട്ടും. ഈ വാഹനം ഡോർ റീപ്ലേസ് ഉണ്ട്, ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല, ഡോർ മാത്രം. അത് ചെറിയ റീപ്ലേസ്, അത് മേജർ ആയിട്ടുള്ള റീപ്ലേസ് ഒന്നുമില്ല. ചെറിയ സ്ക്രാച്ച് വരുമ്പോ മാറും. വേറെ മേജർ ആയിട്ടുള്ള റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ടയർ ഇപ്പൊ നമ്മള് പുതിയ ടയർ ഇടും. പുതിയതല്ല, സെക്കൻഡ് ടയർ വന്നിട്ടുള്ളൂ. മൈലേജ് നോക്കുകയാണെങ്കിൽ 23 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഡീസൽ എഞ്ചിൻ വരുന്ന ഒരു കുഴപ്പമില്ലാത്ത വണ്ടി. 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി നമുക്ക് 3.20 വണ്ടി കൊടുക്കാം. 3,20,000 രൂപക്ക് ഇറ്റിയോസ് കൊടുക്കാൻ പറ്റും. അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC, പവർ സ്റ്റാരിങ്, 4 ഡോർ പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ മാത്രം മതി. കട്ടത്താകൂല എന്നുള്ള പേടി. നിങ്ങൾ എന്താ മീറ്റർ കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിക്കും. മൈലേജ് ഉള്ള കംപ്ലൈന്റ് കുറഞ്ഞൊരു വാഹനം. 3.20 2 ലക്ഷത്തിന്റെ മുകളിൽ ലോൺ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കും. എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ്. കസ്റ്റമർ വരികയാണെങ്കിൽ എക്സ്ചേഞ്ച് ഏത് വണ്ടി കൊണ്ടുവന്ന് മാറ്റി കൊണ്ടുപോകാം. അതെ അതെ. അടുത്ത വണ്ടി സ്വിഫ്റ്റ്, വൈറ്റ് സ്വിഫ്റ്റ്. ബഡ്ജറ്റ് റേറ്റിലുള്ള വാഹനങ്ങൾ, ചെറിയ വിലക്ക്. 2012 മോഡല്, 12 ലാസ്റ്റുള്ള സ്വിഫ്റ്റ് ഡീസല്, പേൾ വൈറ്റ് കളറ്. ടയർ കണ്ടീഷൻ ഒരു 60-70% ടയർ ഉണ്ട്. ഒരു റീപ്ലേസ് വണ്ടിമല്ല. റീപ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓല് പറഞ്ഞ റേറ്റിന് കൊടുക്കും. മെയിൻ ഗ്ലാസ്, ഡോറ്, ബോണ്ട്, ഡിക്കി ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. VDI ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. സെൻട്രൽ ലോക്ക്, റിമോട്ട്, റിവേഴ്സ് സെൻസർ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് 2 മാസം കൂടി ഗ്യാപ്പ് ഉണ്ട്. 3,25,000 രൂപക്ക് വണ്ടി കൊടുക്കാം. 3,25,000 വണ്ടി കൊടുക്കാം. കസ്റ്റമർക്ക് ലോൺ 3 ലക്ഷം വരെ ലോൺ ചെയ്യാം. ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ ഡീസൽ സ്വിഫ്റ്റ് 1.25 ഓടിയ വണ്ടി നമുക്ക് കൊടുക്കാം. നല്ല മെക്കാനിക് കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ആണ്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സെൻസർ വരുന്നുണ്ട്. ഒക്കെ കമ്പനി തന്നെ വരുന്നതാണ്. ഒരുപാട് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 25,000 രൂപക്ക് ഡീസൽ 20 കിലോമീറ്റർ മൈലേജ് ഉള്ള ഷിഫ്റ്റ് കൊടുക്കാം. ചെറിയ വിലക്ക് നല്ല അടിപൊളി i20. ഇത് i20 ഫ്ലൂഡിക് ടൈപ്പ് ആണ്. 13 ലാസ്റ്റ് മോഡല് i20 ഫ്ലൂഡിക് ഡീസൽ, 2nd ഓണർഷിപ്പ്. നിലവിൽ ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി പോയ വണ്ടിയാണ്. ഫുൾ പക്ക ഹിസ്റ്ററി ഉണ്ട്. 2nd ഓണർഷിപ്പ്. ടയർ
അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം നമുക്ക്. ആവറേജ് ടയറുള്ളത് മാറി കൊടുക്കാം, ടയർ മാറി കൊടുക്കാം. റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് ഒന്നും ഹിസ്റ്ററിയൊക്കെ എടുത്തോട്ടെ. വാഹനം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഡീസലാണ്, 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ AC പവർ സ്റ്റാരിങ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. മാഗ്നയാണ് ഓപ്ഷൻ. ഡീസൽ 18 to 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഈ വാഹനത്തിന് 2,90,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളൂ കേട്ടോ, ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്യാം, ഒക്കെ ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് നല്ല ക്വാളിറ്റി ആക്കിയിട്ട് കൊടുക്കും കസ്റ്റമർക്ക്. ഈ വാഹനം 2.5 ലക്ഷം വരെ ലോണും ചെയ്യാം. 40 രൂപ ഉണ്ടെങ്കിൽ ഡീസൽ i20 മൈലേജ് ഉള്ള വണ്ടി ചെക്ക് ചെയ്തിട്ട് പോന്നാൽ റീപ്ലേസ് ഗ്യാരണ്ടിയാണ്, ബ്ലഡും ഗ്യാരണ്ടിയാണ്. ചെറിയ വിലക്ക് നല്ല അടിപൊളി ഒരു പച്ചക്കിളി ബീറ്റ് കിടക്കണോ? ഒരു സ്കൂട്ടിന്റെ പൈസ കൊടുക്കാം, സ്കൂട്ടിന്റെ പൈസ കൊടുക്കാം, ഈ ബീറ്റ് കൊടുക്കാം. അതും ഒരു റീപെയിന്റ് പോലും കയറാത്ത വണ്ടി, പമ്പറിൽ പോലും റീപെയിന്റ് ചെയ്യാത്ത, അടിപൊളി വണ്ടി. 2011 ലാസ്റ്റ്, നിലവിൽ 30,000 കിലോമീറ്റർ ഓടി. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് ആയതാണ്. 60 വരെ കമ്പനി സർവീസ് പോയിട്ടുണ്ട്. 80 ഓടിയ വണ്ടിയാണ്. ഡീസലാണ്. 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. എഞ്ചിൻ റൂം ഒക്കെ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചോറുന്ന അത്ര ക്വാളിറ്റി വണ്ടി. വണ്ടിയിൽ ചെറിയ ഈ ബമ്പറിലുള്ള സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ പെയിന്റ് ചെയ്യാത്തത്, റീപെയിന്റ് ഇതുവരെ ചെയ്യാത്തൊരു വണ്ടി കിട്ടിയതുകൊണ്ട് അത്രയും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് നിലവിൽ. ഈ വാഹനം റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട്. ഇൻഷുറൻസ് 2025 ഇൻഷുറൻസ് ഉണ്ട്. ഈ വാഹനം നമുക്ക് 1,20,000 രൂപക്ക് കൊടുക്കാം. ബീറ്റുകള് 80 90 കിട്ടും. അതൊന്നും നോക്കണ്ട. ക്വാളിറ്റി ഉള്ള, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് നല്ല വില കൊടുക്കണം. ഡീസലിന് ഒരു ആക്റ്റീവന്റെ പ്രൈസിന് നമുക്ക് എന്ത് ചെയ്യാം, 1,20,000 5 AC പോകാൻ പറ്റില്ല. അടിപൊളി വണ്ടിയാണ്. നല്ല മിന്റ് കണ്ടീഷൻ ആണ്. സീറ്റ് കവർ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവർ ഉണ്ട്. എണ്ണ അടിച്ചാൽ നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് ഓടാം. 20 മേലെ മൈലേജും കിട്ടും. ധൈര്യമായിട്ട് പറയും. ഇപ്പൊ ടൂർ അടിച്ചാൻ പറ്റിയ ടൈമാണ്. അതെ, പെരുന്നാൾ കഴിഞ്ഞ ആ ഒരു ചൂടൊക്കെ മാറി അന്ന് ലെവലായി വരുന്നു. അടുത്ത വണ്ടി ഒരു 7 സീറ്റ് വണ്ടിയാണ്. മറാസോ ഒരു വൈറ്റ് കൊണ്ടാണ്. നേരത്തെ കാണിച്ച് 19 നമ്മൾ കഴിഞ്ഞ വീഡിയോയില് അഡ്വാൻസ് ആയി കൊടുത്തു. ഇതൊരു ടീം ലോണിന് കൊടുത്തത് കൺഫേം ആയിട്ടില്ല. അഡ്വാൻസ് വാങ്ങിയാലേ നമ്മള് കൺഫേം പറയുള്ളൂ. കാരണം ഒരു കസ്റ്റമറോട് ഞാൻ പറയില്ല, ലോൺ ആദ്യം പാസ്സാകോ ഇല്ലെന്ന് അറിയാം, എന്നിട്ട് കൺഫേം അഡ്വാൻസ് വാങ്ങാം. ഓൾറെഡി കൊടുത്തിട്ട് വേഷൻ ഒക്കെ കഴിഞ്ഞിന് ഈ കസ്റ്റമർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാം, അഡ്വാൻസ് ആക്കാം. ഇത് 2 വണ്ടിയും 18 മോഡലാണ്. 2018 M6 വരുന്ന 2 വാഹനമാണ്. എല്ലാം ഷോറൂം സർവീസുള്ള, ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ്. അത് സെക്കൻഡ് ഓണർഷിപ്പ്. അത് 4 പുത്തൻ ടയർ, ഇതിൽ 2 പുത്തൻ ടയർ. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി ഒക്കെ 2നുണ്ട്. ഒരു റീപ്ലേസ് ഇല്ല. 18 ലാസ്റ്റ് ആണ് 2ഉം. M6 ആണ് 2ഉം. ഇതിന് മൈലേജ് ഒരു 17 കിലോമീറ്റർ ലെവലിലാണ് മൈലേജ് പറയുന്നത്. അത്യാവശ്യം കസ്റ്റമർ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കസ്റ്റമർ മൈലേജ് കിട്ടുന്നുണ്ട്. അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ AC, അലോയ് വീല്, എയർ ബാഗ്, ABS, അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാം കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഒന്നും എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല. എടുക്കുന്ന കസ്റ്റമർക്ക് എണ്ണ അടിക്കുക, ഓടുക, അത്ര മാത്രം ചെയ്താൽ. അതെ. റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനം എടുക്കുന്ന ആൾക്കും ആ വാഹനം എടുക്കുന്ന ആൾക്കും 4 ലക്ഷം രൂപ ക്യാഷ് ബാക്ക്. 4 ലക്ഷം രൂപ കസ്റ്റമർ കൊടുക്കാം. ഈ വണ്ടി എടുത്താല് ഒരു 7 സീറ്റർ ഇന്നോവയും കൊണ്ടുവന്ന് പോകാം. എന്നാലും 2 ലക്ഷം രൂപ ബാക്കിയാണ്. ഐറ്റി ഉണ്ടെങ്കിൽ 10 ലക്ഷത്തിന്റെ മുകളിൽ കയറുള്ളൂ. ഈ വണ്ടിക്ക് നമ്മൾ 8.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. ആ വണ്ടിക്ക് 8.25 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. 4 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാൻ. ചെറുവണ്ടികളൊക്കെ വേണമെങ്കിൽ അതെ, അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അതെ, അത് അല്ലാതെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, നമ്മളെ വീടിന്റെ അടുത്തൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടിട്ട് ഈ ഒരു വണ്ടി വാങ്ങിയിട്ട് 4 ലക്ഷം രൂപയ്ക്ക് അവിടെ സ്ഥലം അങ്ങനെ 10 സെന്റ് സ്ഥലമുള്ള ആളുകൾക്ക് ഒരു 2 സെന്റ് 3 സെന്റ് എടുക്കാൻ സുഖസുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും. സ്ഥലത്തിന് നമ്മൾ ലോൺ ചെയ്യണമെങ്കിൽ ഒരു 10-20 വട്ടം നടക്കണം. കുടിക്കടം, അടിയാധാരം, പട്ടയം, ഇതിനൊന്നുമില്ല. നിങ്ങൾ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ പിറ്റ് 3 ദിവസം കൊണ്ട് വണ്ടി ഡെലിവറി എടുത്ത് പോകാം. ഇപ്പൊ ഈ ബാങ്കുകൾ അവധിക്ക് അയച്ചുള്ള സമയം പെട്ടെന്ന് 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട്
പേപ്പർ ഫുള്ള് ക്ലിയർ ആണെങ്കിൽ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് വണ്ടി അടുത്ത വണ്ടി മാരുതിയുടെ സിയാസ്. ഇത് 2015 ലാസ്റ്റ് നവംബർ വണ്ടി, ഡീസല് ZDI പ്ലസ്, അതായത് ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി. 4 പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 വർഷം വാറന്റി ഉള്ള പുത്തൻ ടയർ ഉണ്ട്. ഈ വാഹനം ഒരു പാർക്ക് ആൻഡ് സെയിൽ വാഹനമാണ്. പാർക്ക് ആൻഡ് സെയിൽ വാഹനം 4,40,000 രൂപ ലോൺ ക്ലോസ് ചെയ്യാണ്ട് കസ്റ്റമർക്ക്. ഇതിന് 5,25,000 രൂപയാണ് ചോദിക്കുന്നത്. 5,25,000 ചോദിക്കുന്നത്. വണ്ടി ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ, അലോയിൽ ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS ഇല്ല, ക്ലൈമറ്റ് കൺട്രോൾ, AC, വോളിയം കൺട്രോൾ, ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ്, പ്രൊജക്ട്, ഹെഡ്ലാമ്പ്, DRL ഒക്കെ വരുന്ന വാഹനം. എല്ലാം വരുന്ന അടിപൊളി ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം. 23 കിലോമീറ്റർ ഒക്കെ മൈലേജും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഒന്ന് ഓടിക്കുന്നു, തേർഡ് ഓണർഷിപ്പ്, ZDI പ്ലസ് ആട്ടോ. ഈ വാഹനം നമുക്ക് 5,4 5 ലക്ഷത്തിന്റെ മുകളിൽ ലോൺ ചെയ്യാം. 25 രൂപ കൊടുത്ത് നമുക്ക് വണ്ടി എന്തായാലും 23 കിലോമീറ്റർ മൈലേജ് ഉള്ള സെഡാൻ ടൈപ്പ് സിയാസ് കസ്റ്റമറുകൾ കൊണ്ടുപോകാം. അടുത്ത വണ്ടി റെഡ് കളർ i20 എലൈറ്റ് 2017 മോഡല്, തേർഡ് ഓണർഷിപ്പിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോ അലവിലൊക്കെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീൻ, 11 ഇഞ്ച് ടച്ച് സ്ക്രീൻ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. 80-something കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ് ഇല്ലാത്തൊരു വാഹനം. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. 5,60,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. മാക്സിമം കുറച്ച് കൊടുക്കുക കസ്റ്റമർക്ക്. നേരിട്ട് വന്നോട്ടെ. വണ്ടി റീപ്ലേസ് ഇല്ലാത്തൊരു i20 എലൈറ്റ് ഡീസൽ ഉള്ള വാഹനം. 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും ഡീസൽ മൈലേജ് ഫുൾ ലോൺ കയറില്ല. 5 ലക്ഷം രൂപ ലോൺ മാക്സിമം കയറും. ഒരു 10-15,000 മുടക്കാൻ തയ്യാറാണെങ്കിൽ മൈലേജ് ഉള്ള ഡീസൽ എഞ്ചിൻ ഉള്ള വാഹനമാണ്. ഹിസ്റ്ററൊക്കെ നോക്കിക്കോട്ടെ. അതുപോലെ തന്നെ വണ്ടിയിൽ ഒരുപാട് ഫിറ്റിംഗ്സ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലാറ്റിന്റെ വീല് ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയർ ഉണ്ട്. സീറ്റ് കവർ ഉണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് 11 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അതെ വലിയ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണ്. സ്വിഫ്റ്റ് ഡിസയർ 16 ലാസ്റ്റ് മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ വാഹനത്തിലുണ്ട്. 4 പുത്തൻ ടയർ ഉണ്ട്. AC പവർ സ്റ്റാരിങ്, 2 ഡോർ പവർ വിൻഡോ, ഡുവൽ എയർ ബാഗ്, ABS ബ്രേക്ക്. ഒരു റീപ്ലേസോ ആക്സിഡന്റോ ക്ലെയിമോ ഒന്നും വാഹനത്തിന് നിലവിലില്ല. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നിലവിൽ വാഹനത്തിനുണ്ട്. വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് വണ്ടി എടുക്കുക, എണ്ണടിക്കുക, ഓടുക എന്നല്ലാതെ ഒരു പണി ചെയ്യും. LDI ഓപ്ഷൻ വരുന്ന വാഹനമാണ്. LDI ഓപ്ഷൻ, ഡുവൽ ഡോർ പവർ വിൻഡോ വരും. കമ്പനി തന്നെ. സെൻട്രൽ ലോക്ക്, റിമോട്ട് കമ്പനി വരും. അതുപോലെ തന്നെ 2 എയർ ബാഗ്, ABS, സ്റ്റാരിംഗ് കൺട്രോൾ, സ്റ്റാരിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. അതെ. എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 4,45 കൊടുക്കാം. 4,45 ഫുള്ള് ലോണും ചെയ്തു. ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ ഒന്നും വാഹനത്തിൽ ഇല്ല എന്നുള്ള ഗ്യാരണ്ടിയിൽ കൊടുക്കുക. ഫുള്ള് ഷോറൂമിൽ നിന്ന് മാത്രം സർവീസ് ആണല്ലോ. വണ്ടി എഞ്ചിൻ റൂം ഒക്കെ കണ്ടാൽ നിങ്ങൾ കൈ ആക്കി തൊടുള്ളൂ. അത്രയും കണ്ടീഷൻ. ഡീസലിൽ 20 കിലോമീറ്ററിന്റെ മുകളിൽ മൈലേജ് കിട്ടും. ഇത് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഒരുവിധ വണ്ടികളൊക്കെ പറയും ടാക്സിയിൽ ഇറങ്ങിയിട്ടല്ല, പ്രൈവറ്റ് ഇറക്കിയ വാഹനം. ടാക്സി ആക്കി കൊടുക്കാൻ നമുക്ക് വേണമെങ്കിൽ. നിലവിൽ ഒറിജിനൽ പ്രൈവറ്റ് ഇറങ്ങിയ വാഹനം, ഒറ്റ ഓണർഷിപ്പ്. ആ വലിയ RC ആണ്. അപ്പൊ അതില് ടാക്സി ആണോ പ്രൈവറ്റ് ആണോ ശരിക്കും അറിയാൻ പറ്റും. അതെ, ചെറിയ RC-യിലൊന്നും അറിയില്ല. വലിയ RC-യിലൊക്കെ കറക്റ്റ് അതൊക്കെ അറിയാം. അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ഡിസയർ. സ്വിഫ്റ്റ് ഡിസയർ LDI ആണ്. ഇതും 14 ആണ് രജിസ്റ്റർ, 13 ആണ് മോഡൽ. ഡെലിവറി ഒക്കെ 14 തന്നെയാണ്. നിലവില് ഇത് 4th ഓണർഷിപ്പ് ആട്ടോ. നിലവിൽ 4th ഓണർഷിപ്പ് ആണ്. 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്. 4 ഡോർ പവറിന്റെ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ റിമോട്ട് കമ്പനിയിൽ തന്നെ ചെയ്തതാണ്. ഇതിന്റെ ഡോർ പാഡ് നമുക്ക് വണ്ടിയിൽ 2 ഡോർ പാഡ് കമ്മി ഉണ്ടാവും. 2 പവറിന്റെ കമ്മി ഉണ്ടാവും. അത് നമുക്ക് ചെയ്യണത് 10,000 രൂപ എടുത്താൽ കമ്പനി പവറിന്റെ സെറ്റ് അടക്കം ചെയ്യാൻ പറ്റും. ഡോർ പാഡ് അടക്കം മാറ്റി ചെയ്യാൻ പറ്റും കസ്റ്റമർക്ക്. അപ്പൊ ഒരു വീഡിയോ എന്നുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവില്ലേ. ഇതിലിപ്പോ 4 ഡോർ പവറിന്റെ റിമോട്ട്, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വാഹനം ഡോറ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കമ്പനി ഗ്ലാസ് ഒന്നുമില്ല, ഡോറ് മാത്രം.
ക്ലെയിം ചെയ്ത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തതാണ്. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കാം. ടയർ ആവറേജ് ടയറാണ്, ടയർ കമ്മിയുണ്ട്. ഇത് നമുക്ക് 3,60,000 രൂപ ഫൈനൽ കൊടുക്കാം. 3,30 വരെ ലോണും കയറും. 30,000 രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് വെറും 30,000 സ്വിഫ്റ്റ് ഡിസയർ, അത് ഡീസൽ വണ്ടി, മൈലേജ് വണ്ടി കൊണ്ടുപോകാം. ഒരു 20 കിലോമീറ്റർ മുകളിൽ മൈലേജ് ഉണ്ടാവും. ഷോറൂം കൊണ്ട് ചെക്ക് ചെയ്തെടുത്താൽ മതി. അത്രയും കണ്ടീഷനുള്ള വണ്ടി, മെക്കാനിക്കൊക്കെ പെർഫെക്റ്റ് കണ്ടീഷൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ അതിന്റെ ഈ ചെറിയ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നോക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.